friends, welcome to our channel. Good Happenshere എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു മാസ്കാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള സാധനമാണല്ലോ മാസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചിട്ട് ബ്രാൻഡ്സിൻ്റെ മാസ്ക് വാങ്ങിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാമെന്ന് ചോദിച്ചു. അപ്പോൾ നല്ല ക്വാളിറ്റി മാസ്ക് നമുക്ക് നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. ആക്ച്വലി നമ്മുടെ നോർമൽ നമ്മുടെ സിംഗിൾ ലെയറോ അല്ലെങ്കിൽ ഡബിൾ ലെയറോ മാസ്ക് ഉപയോഗിക്കാനായിട്ടും നല്ലതാണല്ലോ നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ലെയർ മാസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മാസ്കിൻ്റെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇത് ഗിയറിൻ്റെ OXYVENT എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്റർ മാസ്കാണ് ആക്ച്വലി വരുന്നത്. ഇത് വാൾവുള്ള ടൈപ്പാണ്. ആക്ച്വലി ഇത് വാൾവ് ഇല്ലാത്ത ടൈപ്പുകളും വേറെ അവൈലബിൾ ആണ്. അപ്പോൾ വാൾവുള്ള ടൈപ്പ് നിങ്ങൾ അറിയണ്ടായിരിക്കും, കുറച്ച് നല്ലോണം അറിയണവർ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ആക്ച്വലി വൺ വേ വാൾവ് വരുന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരില്ല, പക്ഷേ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനവർ ഓൾറെഡി ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തുമ്മിയതും അങ്ങനെ സ്നീസ് ചെയ്യുന്നതൊന്നും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. ആക്ച്വലി അങ്ങനത്തെ ഈ വാൾവുള്ള മാസ്കിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആക്ച്വലി നമുക്ക് അറിയാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് അതിന് ആക്ച്വലി. അപ്പോൾ ഇതിനങ്ങനെ ഒരു കുഴപ്പമെന്ന് അവർ ഓൾറെഡി ഒരു ഫിൽറ്റേഴ്സ് വെച്ചിട്ടുണ്ടെന്ന് അവർ ഓൾറെഡി കമ്പനി ബില്ല് പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ മാസ്കാണെന്ന് നോക്കാൻ പോകുന്നത് ഒരു 3 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ്. ആക്ച്വലി കളേഴ്സ് അവൈലബിൾ ആണ്, 6 കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 6 കളേഴ്സ് അവൈലബിൾ ആണ്. അത് ആക്ച്വലി ഇപ്പോൾ നമുക്കിത് 3 കളറുണ്ട്. ആക്ച്വലി ഒരു നേവി ബ്ലൂ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ നമ്മളൊരു ബ്ലൂ കളർ പോലത്തെ ഒരു കളറുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചും കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആക്ച്വലി ഇത് ഫസ്റ്റ് യൂസിന് നമ്മുടെ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് യൂസിനായിട്ട് മുമ്പ് നമ്മൾ വാഷ് ചെയ്തിട്ട് വെക്കണം പറഞ്ഞിട്ട്. ആക്ച്വലി ഇപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെന്തായാലും വെച്ച് കാണിച്ചില്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആവില്ല. എനിക്ക് അറിയില്ല, വെച്ചാൽ നമുക്ക് മാസ്കിനെ ഫിറ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ആക്ച്വലി വാഷ് ചെയ്യാനുള്ള ടൈം ഉണ്ടാകുന്നില്ല. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യം വിചാരിച്ചു വാഷ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ സൈസ് എങ്ങനെയാണെന്ന് അറിയില്ല ചിലപ്പോൾ. ആക്ച്വലി ഇത് വരുന്നത് നമ്മുടെ ഇതിന് ഡിഫറെൻറ്റ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ. അത് അഡൾട്ട് സൈസാണ് ആക്ച്വലി ഞാൻ എടുത്തേക്കുന്നത്. അഡൾട്ട് കിഡ്സ് അങ്ങനെയാണ് ഇവർ വരുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ അഡൾട്ടിന് എഴുതിയിട്ടുണ്ട്, മുകളിൽ എഴുതിയിട്ടുണ്ട് അഡൾട്ടിന്. ഇപ്പോൾ അഡൾട്ട് കിഡ്സ് അങ്ങനെ വേറെ സൈസാണ്. പിന്നെ ലേഡീസിന് വേറെയാണ് ആക്ച്വലി. അപ്പോൾ ഇതെന്തായാലും മാക്സിമം എല്ലാവർക്കും ലേഡീസിനും അത്യാവശ്യം ഫേസ് ഉള്ള ടൈപ്പുകാർക്കും പറ്റും. ഭയങ്കര സ്മോൾ ഉള്ളവർക്കാണ് കുഴപ്പം വരുള്ളൂ തോന്നുള്ളൂ. നമ്മുടെ സൈസ് കണ്ടിട്ട് അപ്പോൾ വെച്ച് കാണിച്ചാൽ ആക്ച്വലി. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ ബോക്സൊക്കെ ഒന്ന് അടുത്ത് കാണാൻ, എന്നിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് അല്ല ആക്ച്വലി നമ്മുടെ ഗിയർ മാസ്കിൻ്റെ പാക്കേജിങ്ങിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് വാൾവുള്ള ടൈപ്പാണ്. ആക്ച്വലി കുറേ ടൈപ്പ് അവൈലബിൾ ആണ് വരൽ. ഇത് നമുക്കിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗിയർ OXYVENT ആൻറ്റി പൊല്യൂഷൻ, ആൻറ്റി ഡസ്റ്റ്, ആൻറ്റി ബാക്ടീരിയൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആൻറ്റി ഫോഗിങ് നോസ് ഒരു പിന്നെ അത് എഴുതിയിട്ടുണ്ട്. 95% ഫിൽട്രേഷൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ എൻഷുർസ് നെക്ക് ഫിറ്റ് ഫോർ മിനിമം ലീക്കേജ്, അതുപോലെ സൂപ്പർ സോഫ്റ്റ് ഇയർ ലൂപ്പാണ് എഴുതിയിട്ടുണ്ട്. അതുപോലെ വൺ വേ എക്സലേഷൻ വാൾവാണ് ആക്ച്വലി ഇത്. പിന്നെ സർട്ടിഫൈഡ് ബൈ NABL അക്രഡിറ്റഡ് ലാബ് ഇൻ ഇന്ത്യ. പിന്നെ ഇവരൊക്കെയുള്ള കളേഴ്സ് അവൈലബിൾ ഉള്ളത്. ഇത് 3 എണ്ണത്തിൻ്റെ പാക്കേജാണ് ആക്ച്വലി വരുന്നത്. പിന്നെ 6 ലെയറാണ്. ബാക്ക് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പ്രൈസിങ് ഡീറ്റെയിൽസ് കാണാം. നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് 499 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 300 സംതിങ് റേറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്, ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ, ബ്ലൂവും ബ്ലാക്കും പിന്നെ ഒരു ഗ്രേയുമാണ് നമ്മളിപ്പോൾ കളർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തേക്ക് എടുക്കാം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, 3 ടൈപ്പാണ് ആക്ച്വലി. ഇത് ബ്ലാക്ക് കളറ് സൈസ്. ഇത് നമ്മുടെ വലിയ ടൈപ്പാണ് കേട്ടോ. ഇവിടെ ഗിയർ ബ്രാൻഡിങ് ഉണ്ട്, ഇവിടെ ഉണ്ട് ഗിയർ ബ്രാൻഡിങ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ വൈൽഡ്ക്രാഫ്റ്റിൻ്റെ പോലെ തന്നെ ഇതൊരു ഗ്രേ കളറാണ്. ബിൽ ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് പിടിക്കുമ്പോൾ നല്ല ബിൽ ക്വാളിറ്റി തോന്നുന്നുണ്ട്, കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കളർ വേരിയൻസും ഇഷ്ടംപോലെ കളർ അവൈലബിൾ ആണ്. ഇതും കണ്ടാൽ നല്ല കളറാണ് ആക്ച്വലി. നമുക്ക് എൻ്റെ ഉള്ളതിൽ ഓൾറെഡി ഉള്ള മാസ്ക് വെച്ച് നമുക്ക് നോക്കി നോക്കാം. അതുപോലെ EUMEയുടെ മാസ്ക് ഉണ്ട് എൻ്റെ. പിന്നെ വൈൽഡ്ക്രാഫ്റ്റിൻ്റെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്കൊന്ന് വെച്ച് നോക്കാം. എന്തായാലും വെച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് സംഭവം നല്ല ബിൽ ക്വാളിറ്റിക്കാണ്. നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പർ ബിൽ ക്വാളിറ്റിയാണ്. അതുപോലെ പാക്കേജിങ് മോശമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഈ സൈഡിലായിട്ട് 6 ലെയർ പ്രൊട്ടക്ഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഔട്ടർ ലെയർ ഉണ്ട്, അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ മെൽറ്റ് ബ്രൗൺ ഉണ്ട്, അതുപോലെ സ്പൺ ബോണ്ടഡ് ഇന്നർ ലെയർ, അങ്ങനെ കുറച്ച് ലെയേഴ്സുകളുടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വാഷ് ദ മാസ്ക് പ്രോപ്പർലി വിത്ത് സോപ്പ് വാട്ടർ ബിഫോർ ദ ഫസ്റ്റ് യൂസ് ആൻഡ് സബ്സിക്വൻറ്റ് യൂസ് എന്നതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ വെച്ചോക്കാണ്ട് മുമ്പ് ഇത് യൂസ് ചെയ്ത് നോക്കണം ഞാൻ. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്ക് അറിയണമല്ലോ എങ്ങനെ ഫിറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി നമ്മൾ സാനിറ്റൈസർ ഒന്ന് ഉപയോഗിച്ചിട്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ അപ്പോൾ എന്തായാലും പറ്റില്ല, നേരം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വീഡിയോ ഓൾറെഡി എടുത്തില്ലേ.
പിന്നെ വാഷ് ചെയ്തിട്ട് പിന്നെ ഉണക്കമൊക്കെ വേണം. അപ്പോൾ ലേറ്റ് ആയിരിക്കും. ഇവിടെ നല്ല വാഷ് അതിനായിട്ട് മുമ്പ് നമുക്ക് സാനിറ്റൈസർ ഒന്ന് ഉള്ളടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം ജസ്റ്റ് ചുമ്മാ. ആക്ച്വലി അവർ പറയുന്നത് തന്നെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാനിറ്റൈസർ അടിച്ചിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ക്ലീൻ ഹാൻഡ് വിത്ത് ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ ഓർ സോപ്പ് വാട്ടർ. പിന്നെ ഇയർ ലൂപ്പ് തൊട്ടിട്ട് മാത്രമേ ഊരാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ബിഫോർ ടച്ചിങ് മാസ്ക്. അതുപോലെ കവർ ഫേസ് ഫ്രം നോസ് ടു ചിന്ന്, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ആക്ച്വലി മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ആക്ച്വലി ഡീറ്റെയിൽസ് ഇത്രയ്ക്കുള്ള കളർ അവൈലബിൾ ഈ 6 കളറുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 3 കളറുണ്ട്, ഇനിയുണ്ട് വേറെ കളേഴ്സ്, ഓറഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിന് ഡയറക്റ്റ് നമ്മുടെ വെച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ വെച്ച് നോക്കാണ്ട് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മാക്സിമം ഒരു സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് വെക്കുന്നത്. ശരിക്കും ആക്ച്വലി ഫസ്റ്റ് യൂസ്ക്ക് വാഷ് ചെയ്തിട്ട് വെക്കാൻ പാടുള്ളൂ എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ പർപ്പസ് എടുത്തിട്ട് അല്ലെങ്കിൽ കാര്യമില്ലാണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സാനിറ്റൈസർ ഉപയോഗിച്ച് വയ്ക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ ഒരു പ്ലാനിലാണ് ആക്ച്വലി. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സംഭവം പുറത്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാനിറ്റൈസർ ഉണ്ട്. 2 പുറത്തേക്ക് എടുത്തുള്ളൂ ആക്ച്വലി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഞാൻ പറഞ്ഞ ബ്ലൂ കളർ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം സൈസ് നോക്കി കഴിഞ്ഞാൽ വലിയ ബിഗ് എന്നൊന്നും പറയാനില്ല. പിന്നെ വാൾവിൻ്റെ അവിടെ ഗിയറിന് എഴുതിയിട്ടുണ്ട്. ഗിയർ ബ്രാൻഡിങ് ഈ 2 സ്ഥലത്തും ഉണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റി. നമുക്ക് തൊടുമ്പോൾ തന്നെ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ആക്ച്വലി. കളേഴ്സും കൊള്ളാം, മെറ്റീരിയൽ ക്വാളിറ്റിയും കൊള്ളാം. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു മൈക്രോ ഫൈബറിൻ്റെ പോലത്തെ ഒരു ക്ലോത്താണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് വെച്ച് നോക്കാം. ഇത് അഡൾട്ടാണ് കേട്ടോ, അഡൾട്ടാണ്. കുഴപ്പമില്ലാത്ത ഫുൾ കവറേജ് വരുന്നുണ്ട് അഡൾട്ടായാലും. എന്നാലും വലിയ ബിഗും അല്ല, അങ്ങനെ ഒരു ഗുണമുണ്ട് ആക്ച്വലി. നല്ല അഡൾട്ട് എന്ന് പറയുമ്പോൾ ആക്ച്വലി XL അങ്ങനത്തെ ലാർജ് സൈസിലൊന്നും അല്ല ആക്ച്വലി വരുന്നത്. കറക്റ്റ് സൈസ് കറക്റ്റ് ഫിറ്റ് എന്നാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മുടെ നോസിൻ്റെ കറക്റ്റ് ടൈറ്റ് ഫിറ്റ് തന്നെയാണ്. നമുക്ക് ബ്രീത്തബിൾ എന്നൊന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. നല്ല ഒരു അടച്ച പോലെ ഒരു ഫീലിംഗ് വരുന്നില്ല ആക്ച്വലി. പിന്നെ ഞാൻ സാനിറ്റൈസർ അടിച്ചതിൻ്റെ അതിൻ്റെ ഒരു മണം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. വാഷ് ചെയ്തെടുക്കുമ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ കളറാണ്. ഇതാണ് ഞാൻ ബ്ലൂ കളർ പറഞ്ഞത്. പിന്നെ നമുക്കിതൊക്കെ വാഷ് ചെയ്ത് കിടണം ആദ്യം. ഇത് ബ്ലാക്കാണ്, ഇനി ഗ്രേയും കൂടി ഉണ്ട്. അതായത് ഞാൻ ആക്ച്വലി സാനിറ്റൈസ് ചെയ്തിട്ടില്ല, ബോക്സിൽ തന്നെയാണ്. എല്ലാവരും സൈസ് തന്നെയാണ് കേട്ടോ, അഡൾട്ട് തന്നെ. ഇതിപ്പോൾ ഞാൻ വെച്ചു. ഇതേ ഫീൽ തന്നെയാണ്, എല്ലാവരും സൈസ് തന്നെയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ബ്രാൻഡിങ്ങും ഉണ്ട്. ലോക്കൽ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഗിയർ നിങ്ങൾക്ക് അറിയായിരിക്കും. ആക്ച്വലി ഇവർ ബാഗൊക്കെ ഉണ്ടാക്കുന്ന എഫ് ഗിയർ എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡാണ് ആക്ച്വലി. എഫ് ഗിയർ വേറെ പേര് ഇറക്കുന്നുണ്ട്. ഇത് ബാഗും അതുപോലെ ട്രോളി അങ്ങനത്തെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ആക്ച്വലി. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും മാസ്ക് നോക്കുന്നുണ്ടെങ്കിൽ 6 ലെയർ മാസ്ക്കാണ് ആക്ച്വലി നല്ല. പിന്നെ ആ റേറ്റിന് നമുക്കൊരു 300 ആ റേറ്റിന് നമുക്കൊരു 3 കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി മാസ്ക് തന്നെയാണ്. നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് ഞാൻ വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കുറച്ച് റേറ്റ് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ അതുപോലെ ഈ മാസ്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.